അഴുത ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയക്കൊടി പാറിച്ച് UDF. വണ്ടിപ്പെരിയാർ ഒഴികെ ബ്ലോക്കിലെ 4 പഞ്ചായത്തും UDF ഭരിക്കും. ഒക്കെയാറിൽ ഇരു മുന്നണികളും ബലാബലം എത്തിയതോടെ പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും. അഴുത ബ്ലോക്ക്, ഇടുക്കി ജില്ലാ ഡിവിഷനുകളിലും UDF തരംഗമാണ്. സംസ്ഥാനത്തുടനീളം UDF-നുണ്ടായ ഒരു തരംഗം പീരുമേട്ടിലും ഉണ്ടായി തന്നെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയും. LDF-ന്റെ കൈകളിലിരുന്ന പഞ്ചായത്ത് പോലും ഇപ്പോൾ UDF-ന്റെ കൈകളിലിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. വണ്ടിപ്പെരിയാർ ഒഴികെ മറ്റ് പഞ്ചായത്തുകളെല്ലാം തന്നെ UDF നേടിയിരിക്കുന്ന സാഹചര്യമുണ്ട്. 14 സീറ്റുകളുള്ള കൊക്കയാർ പഞ്ചായത്തിലാകട്ടെ 7-7 എന്ന് പറഞ്ഞ് ബലാബലം നിൽക്കുന്നു. അവിടെ നറുക്കെടുപ്പിലൂടെ മാത്രം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കും. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഏലപ്പാറ പഞ്ചായത്തിലുണ്ടായതാണ്. ഏലപ്പാറ പഞ്ചായത്തിൽ ഒരു വാർഡിലെ തന്നെ 2 സ്ഥാനാർത്ഥികളും ഒരേ വോട്ടെത്തിയപ്പോൾ അവിടെ നറുക്കെടുപ്പിലൂടെ ആ വാർഡ് UDF വിജയിക്കുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്തും UDF കൈക്കലാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വണ്ടിപ്പെരിയാർ ഒഴികെ മറ്റ് പഞ്ചായത്തുകളെല്ലാം, അതായത് കുമളി, അതോടൊപ്പം തന്നെ പീരുമേട്, ഇതെല്ലാം LDF-ന്റെ കൈകളിലിരുന്ന പഞ്ചായത്തുകളായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ പഞ്ചായത്തുകളൊക്കെ തിരികെ UDF പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ബ്ലോക്ക് ഡിവിഷനുകളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 14 സീറ്റുകളുള്ള ബ്ലോക്കിൽ നോക്കുകയാണെങ്കിൽ തന്നെ വണ്ടിപ്പെരിയാർ, അതോടൊപ്പം തന്നെ മഞ്ചുമല, വാഗമൺ എന്ന ഡിവിഷൻ അല്ലാതെ മറ്റ് ഇതൊന്നും 3 സീറ്റുകൾ ഒഴികെ മറ്റ് 11 സീറ്റുകളും ഇവിടെ UDF നേടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ നോക്കുകയാണെങ്കിൽ 2 ഡിവിഷനുകളാണ് ഇവിടെ ഉള്ളത്, വണ്ടമ്പേടും അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാർ ഡിവിഷനും. ഈ 2 ഡിവിഷനുകളും തന്നെ UDF ശക്തമായി തന്നെ ഒരു മേൽക്കൈ നേടുന്ന സാഹചര്യം ഈ അഴുത ബ്ലോക്കിന്റെ കീഴിൽ തന്നെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം തന്നെ ഈ മേഖലയിലെല്ലാം തന്നെ സംസ്ഥാനത്തുണ്ടായ അതേ രീതിയിലുള്ള ഒരു വികാരം തന്നെ ഈ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. വണ്ടിപ്പെരിയാറിൽ മാത്രം 14 സീറ്റുകൾ പിടിച്ച് LDF ഭരണം തുടരുകയും മറ്റ് പഞ്ചായത്തുകളിലൊക്കെ UDF-ന്റെ കൈകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ കൊക്കയാർ പഞ്ചായത്ത് മാത്രമാണ് 14 സീറ്റുകളുള്ള കൊക്കയാർ പഞ്ചായത്തിൽ 7-7 എന്ന രീതിയിലാണ് ഇപ്പോൾ സീറ്റുകൾ നിൽക്കുന്നത്. അവിടെ മാത്രം നറുക്കെടുപ്പിലൂടെ ഒരു വിജയിയെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റ് രീതിയിൽ നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ ഒരു UDF വിജയം തന്നെ ഈ മേഖലയിൽ കാണാൻ കഴിയുന്നു.